വന്ധ്യതാ ചികിത്സക്കായി എൻ്റെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്, ലാപ്രോസ്കോപ്പി മതിയോ അല്ലെങ്കിൽ വയറ് തുറന്നുള്ള ഓപ്പറേഷനാണോ നല്ലത് എന്ന് ചോദിക്കാറുണ്ട്. ലാപ്രോസ്കോപ്പിയുടെ പല അഡ്വാൻറ്റേജസ് ഉണ്ട്. അതൊന്ന്, വയറ്റിൽ കാര്യമായ മുറിവുണ്ടാവില്ല. രണ്ടാമത്, അതുകൊണ്ട് തന്നെ വേദന ഉണ്ടാവില്ല, ബ്ലീഡിങ് കുറവായിരിക്കും, നേരത്തെ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റും, ടോട്ടൽ ചെലവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അവർക്ക് ജോലിയിൽ പ്രവേശിക്കാനും പറ്റും. വന്ധ്യതയുടെ കാരണങ്ങളിൽ ഏതാണ്ട് 1/3 സ്ത്രീകളിലും 15% പുരുഷന്മാരിലും പിന്നെ ഒരു 1/3 സ്ത്രീകളിലും പുരുഷന്മാരിലും കമ്പൈൻഡായിട്ടാണ് കാണപ്പെടുന്നത്. സ്ത്രീകളുടെ വന്ധ്യത വരുന്ന കാരണങ്ങളിൽ പ്രധാനപ്പെട്ടവ ജന്മന ഉണ്ടാകുന്ന തകരാറുകൾ, ഇൻഫെക്ഷൻസ്, ഹോർമോൺ വ്യതിയാനങ്ങൾ, യൂട്രസിലും ഓവറിയിലും ഉണ്ടാകുന്ന മുഴകൾ എന്നിവ പ്രധാനമാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് നാം പറയുമ്പോൾ അതിൽ 2 തരത്തിലാണ് പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ ചെയ്യുന്നത്. അതിൽ ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഓപ്പറേഷൻ ഗർഭാശയത്തിനുള്ളിലൂടെ ചെയ്യുന്ന ഓപ്പറേഷനും ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന ഓപ്പറേഷൻ ഗർഭാശയത്തിന് പുറത്തെ വയറ്റിലൂടെ ചെയ്യുന്ന ഓപ്പറേഷനുകളുമാണ്. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. യൂട്രസിനകത്തുള്ള ജന്മനായുള്ള വൈകല്യങ്ങൾ, സെപ്റ്റം നീക്കം ചെയ്യൽ, ഗർഭാശയ മുഴകൾ, ഫൈബ്രോയിഡ് നീക്കം ചെയ്യൽ, ഗർഭാശയത്തിനുള്ളിലുള്ള പോളിപ്പ് അതായത് ദശ വളരുന്ന കാര്യങ്ങൾ നീക്കം ചെയ്യൽ, ഗർഭാശയത്തിനകത്തേക്ക് ട്യൂബ് തുറക്കുന്ന സ്ഥലത്തുള്ള ബ്ലോക്ക് നീക്കം ചെയ്യൽ എന്നിവ പ്രധാനമാണ്. ഗർഭാശയത്തിന് പുറത്തുള്ള ഓപ്പറേഷൻ അതായത് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്ന ഓപ്പറേഷനുകൾ ഗർഭാശയത്തിലുള്ള മുഴകൾ, ഗർഭാശയത്തിലെ ഒട്ടിപ്പിടുത്തം ക്ലിയർ ചെയ്യൽ, ഗർഭാശയ വൈകല്യങ്ങൾ നീക്കം ചെയ്യൽ എന്നിവ പ്രധാനമാണ്. ട്യൂബ് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അത് തുറക്കുകയും ട്യൂബ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും പ്രസവം ഒരിക്കൽ നിർത്തിയാൽ അതിനുള്ള തിരുത്തൽ ശസ്ത്രക്രിയ ട്യൂബ് കൂട്ടിയോജിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി ട്യൂബിൽ ഒരു ട്യൂബൽ പ്രഗ്നൻസി വന്നാൽ ട്യൂബ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പൊട്ടിപ്പോകാതെ നേരത്തെ കണ്ടുപിടിച്ച് ട്യൂബിന് കേടുകൂടാതെയുള്ള ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. ഇനി ഓവറിയിൽ ഉള്ള മുഴകൾ, ഓവറിയിലുള്ള സിസ്റ്റ് നീക്കം ചെയ്യൽ, എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന രോഗം സാധാരണ കേരളത്തിൽ കാണപ്പെടുന്ന രോഗമാണ്. അതിൽ രക്തം ഓവറിയിൽ കട്ടിപിടിച്ചിരിക്കുന്നതാണ്. അത് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഓവറിയുടെ ഒട്ടിപ്പിടുത്തം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മുതലായവയാണ് ലാപ്രോസ്കോപ്പി വഴി ചെയ്യുന്ന ഓപ്പറേഷനുകൾ.